ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അൽ അറീൻ സൂയിലാണ് പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ സഞ്ജനയും സാജനും മെർസിയാൻ്റെയും ഉണ്ട്. പിന്നെ അങ്കിളും ഉണ്ട്. അങ്കിളും അപ്പായും അവിടെ ഭയങ്കര സംസാരമാണ്. എല്ലാവരോടും അപ്പോൾ ഹായ് പറയുവാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഹായ് ഇടണേ. അങ്ങനെ നമ്മൾ സൂയിലെത്തി ഗായ്സ്. അപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഫുൾ പൂക്കളാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറാൻ പോവാണ്. അങ്ങനെ നമുക്ക് പാർക്കിംഗ് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ കയറുവാണ് അകത്തോട്ട്. പിന്നെ അവിടെ കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി. പിന്നെ അകത്തോട്ട് കയറിയപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞാൻ അങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ സഞ്ജനയും ഒരു പൂച്ചേനെ കണ്ടുകൊണ്ട് അങ്ങോട്ട് ഓടിച്ചെന്നു. അപ്പം ഞാനും കുറേ ഓടിച്ചെന്നു. നോക്കിയപ്പോൾ ഒരു പൂച്ച ഇരിപ്പുണ്ടായിരുന്നു ഗായ്സ്. അവനോട് ഞങ്ങൾ കുറേ നേരമായിട്ട് സംസാരിച്ചു, പക്ഷെ അവൻ ഞങ്ങൾ മൈൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു രസം. സാജൻ വലിയ കെമ്മിലൊരു പേത്തെടുത്ത് ചെന്നേ. ആ പേത്ത സാജനെ ഓടിച്ചു ഗായ്സ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ജീവനും കൊണ്ട് ഓടി ഗായ്സ്. പിന്നെ സഞ്ജന വലിയ തരിശായി അകത്ത് അങ്ങോട്ട് ചെന്ന് ഗായ്സ്. ഞാനും പതിയെ പുറകേക്കൊന്ന് പോവാണ്. അവൻ്റെ കയ്യിൽ നിന്ന് കൊത്തിരുത്തെന്ന് പറഞ്ഞ് അമ്മയൊക്കെ ഞങ്ങളെ വിളിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ കുറച്ച് വാർത്ത അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഞങ്ങളെ വാന്നിങ്ങനെ വിളിക്കുന്ന പോലെയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും ഇങ്ങനെ തല ആട്ടിക്കൊണ്ടിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി അകത്തോട്ട് അങ്ങോട്ട് പോയപ്പം കൊത്ത് കിട്ടുമെന്ന് അമ്മ പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഒരു ശ്യാമക്കുട്ടന്മാരെ കണ്ടു. അപ്പം കുറേ എന്നെ അവിടെ പാലത്തിൻ്റെ അടിക്കെടുപ്പുണ്ടായിരുന്നു ഗായ്സ്. കുറച്ച് പേര് വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പേര് അവിടെ തണുത്ത് കയറി നടക്കുന്നുണ്ട് ഗായ്സ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് താറാവും അരയിനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചില താറാവൊക്കെ അവിടെ അതിൻ്റെ അകത്ത് കയറി ഇരിക്കുവായിരുന്നു. പിന്നെ ഒരു അമ്മയും കുഞ്ഞും പോകുന്നുണ്ട് ഗായ്സ്. നല്ല സ്പീഡിൽ പോകുന്നു ഗായ്സ്. പിന്നെ ഇല്ലേ അവിടെ കുറച്ച് അലയണം താറാവൊക്കെ അതിൻ്റെ ഷെഡിൻ്റെ അടി കയറി ഇരിക്കുവാണ് ചൂടായതുകൊണ്ട്. പിന്നെ ഒരു 3 ആമ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ കുറവാണ്, അവർ വീഡിയോ എടുക്കുവാണ്. ഈ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നോ അല്ലെങ്കിൽ അവർ നമ്മുടെ വീഡിയോ എടുക്കുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ തോന്നുന്നു ഗായ്സ്. പിന്നെ അവിടെ കുറേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ ഗുഹയ്ക്കൂടെ ഞങ്ങളാണ് വന്നത്. പിന്നെ കുറച്ച് നാട്ടിലെ പൂവന്താറാവിനെയൊക്കെ കണ്ടു. ഇനി നമ്മൾ കുറച്ച് ബേർഡ്സ് ഉള്ള ഭാഗത്തിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു ഗായ്സ്. ഭയങ്കര ചൂടായിരുന്നു അവിടെ. അവരെല്ലാവരും ഷെഡിൻ്റെ അകത്ത് കയറി ഇരിക്കുകയാണ് ഗായ്സ്. പിന്നെ അവിടെ കുറച്ച് ആദ്യം ഞങ്ങൾ പോയപ്പോൾ കണ്ട ഒരു മയിലിനെയാണ്. കുറേ മയിലുണ്ടായിരുന്നു അവിടെ. ചൂട് കാണാൻ തണുത്ത് വന്ന് നോക്കി നിൽക്കുവാണ്. ഈ ഗ്രീൻ കളറിലെ നെറ്റ് കാണുന്നില്ലേ, അവിടെ ബേർഡ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കാനുള്ളതാണ്. കുറേ പ്ലേസ് ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ചൂട് കാണുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറക്കുന്നില്ലായിരുന്നു. നമ്മൾ വൈകുന്നേരം പോയി അവരെല്ലാവരും അങ്ങനെ പറന്നിരിക്കുന്നതൊക്കെ കാണാം ഗായ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇപ്പം നമ്മൾ കാണുന്ന കുറച്ച് ലവ് ബേർഡ്സിനെയാണ് കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് പോകുന്നുണ്ട്. അവിടെ ഇച്ചിരി തണലുള്ള സ്ഥലമാണെന്ന്. ഇവിടെ കുറച്ച് പേര് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു കിളികളെയൊക്കെ കാണിക്കാവേ ഞാൻ. ഇത് കണ്ടോ ഗായ്സ്, ഇവരാണത്. അവർക്ക് കുറേ നിറങ്ങളുണ്ടായിരുന്നു. അവരൊരുപാട് പേരുണ്ടായിരുന്നു. അവിടെ കളേഴ്സൊക്കെ കാണാൻ നല്ല രസമാണ് ഗായ്സ്. എല്ലാവരും കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാവോ. നമ്മുടെ വീഡിയോസ് ഇത് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബഹ്റൈൻ്റെ നാഷണൽ ആനിമലാണ്. അറേബ്യൻ ഒറിക്സ് എന്നാണ് ഇവരുടെ പേര്. ആട് തന്നെയാണ്, പക്ഷെ കൊമ്പ് ഭയങ്കര നീളമാണ്. കുത്തിയാ പിന്നെ ചത്തത് തന്നെ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കി സംസാരിച്ചിരുന്നു അവരോടെ. പിന്നെ നമ്മൾ കുറച്ച് കുതിരേനെ കണ്ടു ഗായ്സ്. അവരൊക്കെ ഷെഡിൻ്റെ അവിടെ കയറി നിൽക്കുമായിരുന്നു. പിന്നെ പോയപ്പോഴാണ് നമ്മുടെ ഒത്ത പക്ഷി. എല്ലാവരും അവിടെ ക്ഷീണിച്ചൊക്കെ കിടപ്പുണ്ട്. ഒരാൾ മാത്രം അവിടെ കൊത്തിപ്പറക്കി എന്തൊക്കെ തിന്നുമുണ്ട്. പിന്നെ
അപ്പോൾ ഗൈസ് സാജൻ കണ്ട് അങ്ങോട്ട് സൈഡിലോട്ട് നോക്കിയിരിക്കുവാണ് കാലൊക്കെ വെച്ച്. അങ്ങനെ ഞങ്ങൾ ഒട്ടകപക്ഷിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വണ്ടിയും കൊണ്ട് വന്നു ഗൈസ്. വണ്ടി പോകുന്ന ദൂരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വണ്ടി കയറിയില്ല ഗൈസ്. കാരണം ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ആദ്യം നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ കണ്ട ഒട്ടകത്തിനാണ്. സാജന് ഒട്ടകത്തിൻ്റെ മേളിൽ കിടന്നു പറഞ്ഞ് കാണിക്കുന്നതാണ് ഇതെല്ലാം. പിന്നെ ഒറിജിനൽ ആൾ നമ്മുടെ പുറകിൽ നല്ല ഇരിപ്പുണ്ട്. ഞങ്ങൾ നോക്കി നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുമെന്ന് നോക്കി നിൽക്കുമായിരുന്നായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കഴുത്തിന് ഭയങ്കര നീളമായതുകൊണ്ടില്ലേ അവൻ ഇങ്ങനെ വെളിയിലോട്ട് കത്തി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഞാൻ തന്നെ ഓടും ഗൈസ്. ഞങ്ങൾക്കങ്ങനെ തുടങ്ങാവുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കത് പറ്റത്തില്ല. കാരണം ഇല്ലേ അവനിങ്ങനെ തല പൊക്കുമ്പോൾ ഞങ്ങളെ പിടിച്ച് അങ്ങോട്ടും ഇല്ല എറിയുമെന്ന് ആർക്കറിയാം. എന്തൊക്കെയോ തപ്പിപ്പറക്കി തിന്നുവാണ്. ഞാനും സെന്നിനെ അണ്ണനെ തൊടാൻ കുറേ പ്രാവശ്യം ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾക്കത് പറ്റുന്നില്ല. ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ആൻറ്റി ഒന്ന് വിളിച്ചേ, എന്നിട്ട് ഫോണൊക്കെ ഒന്ന് കാണിച്ചേ. അപ്പോൾ ആൻറ്റിയുടെ അടുത്തോട്ട് ഫുഡ് വല്ലതാണോ എന്ന് നീങ്ങി വന്ന് ഒന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെയും താഴേന്ന് എന്തൊക്കെയോ തപ്പുന്നുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പറക്കി തിന്നു, മതിലിൽ നിന്നും താഴേന്നും പറക്കി തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തു ഗൈസ്. പിന്നെ ഞങ്ങൾ സീബ്രാനൊക്കെ പോയി കണ്ട്. ഒരാൾ മാത്രം അവിടെ വെയിലത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും തണുത്ത് പോയി അവിടെ എന്തോ ചെയ്യുവാണ്. പിന്നെ നേരത്തെ പോലെ ഒരു ട്രെയിൻ പോലെ ഒരു വണ്ടി വന്ന്, അപ്പോൾ അതിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. ഞാനും അതേ തന്നെ നോക്കി ഇരിക്കുമായിരുന്നു. എല്ലാവർക്കും ഹായൊക്കെ ഞാൻ കൊടുത്തു, തട്ടയും വൈവയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഗായ്സ്. പിന്നെ ഇവിടെ കുറച്ച് ആമയൊക്കെ കിടപ്പുണ്ടായിരുന്നു ഒരു ചില്ല് കൂടാരത്തിൽ. പിന്നെ കുറച്ച് പക്ഷികളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. ഇവനാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒളിച്ചിരിക്കുവാണ്. കണ്ടവൻ വിളിക്കുന്നത് ഗായ്സ്, ഒളിച്ചോണ്ടിരിക്കുവാണ്. അപ്പം ഞാനും കൂടെ അങ്ങ് ഒളിച്ച്. ആ വീഡിയോ ഞങ്ങൾ പോയി നിർത്ത് വീഡിയോ എടുക്കാൻ വരുമല്ലോ, ഞാനങ്ങ് ഒളിച്ചു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ വന്നു ഗായ്സ്. ഞങ്ങൾ അവൻ്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെയും കുറേ പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇനിയും കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പോയി. ഈ കുട്ടിയെല്ലാം കിടക്കുന്ന വെള്ളമയിലാണ്. നല്ല രസമാണ് അവനെ കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വേണ്ടടാ പഞ്ചവർണ്ണത്തട്ടയിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ എല്ലാവരും കൈ വെച്ച് കൊടുക്കും. അപ്പോൾ എൻ്റെ കയ്യെ വെച്ച് തന്നു എനിക്ക്. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് പേടി സന്തോഷവും കൂടെ വന്നത് ഗായ്സ്. അതായിരുന്നു എൻ്റെ ഫണ്ണി സീൻ. അവരെൻ്റെ കൈ വെച്ചിരുന്നു, ഭയങ്കര വെയിറ്റായിരുന്നെങ്കിൽ. അപ്പം എനിക്ക് കൈയാണെങ്കിൽ വേദന എടുത്തിട്ട് വയ്യായിരുന്നു. പിന്നെ സഞ്ജനയും സാജനും വെക്കുന്നുണ്ടായിരുന്നു പുറകെ. പിന്നെ സഞ്ജനയുടെ തല ഒരെണ്ണത്തിന് വെച്ച് കൊടുത്തു. അപ്പോൾ പറഞ്ഞു എൻ്റെയും തല വെച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെയും തല വെച്ച് തന്നു ഗായ്സ്. എനിക്ക് മതി എന്ന് വെച്ചിട്ടാണ് ഞാൻ അപ്പം എൻ്റെ തലയിൽ നിർത്തി വെച്ച് ഞാൻ കാറി ഗായ്സ് അത് കൊത്തു എൻ്റെ തലയിൽ നിർത്തി. അപ്പോൾ അമ്മ പറഞ്ഞു വീഡിയോ എടുക്കുക, വീഡിയോയ്ക്ക് വേണ്ടി നീ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാൻ. അപ്പോൾ ഞാനൊരു പോസ്റ്റ് അങ്ങ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ പൂളിൻ്റെ ഏരിയയിലോട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ അവിടെ കുളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അന്ന്. എന്നാലും നാട്ടിലൊക്കെ കാണുന്നൊരു പൂവാന്ന് വിചാരിച്ച് അമ്മ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി. ആ മരം നിറയെ പൂത്ത് നിൽക്കുമായിരുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു. ഈ പൂവിൻ്റെ പേര് അറിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങാൻ പറ്റി ഞങ്ങൾ കുറച്ച് വെയിലത്ത് പോയി നിന്നു. ഇടയ്ക്ക് കുറച്ച് ബേഡ്സൊക്കെ അതൊക്കെ ഇതൊക്കെ ഒക്കെ ഇറങ്ങി നടക്കണ്ടേ. ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ള മയിൽ അത് കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അവിടുന്ന് മുന്നോട്ട് നടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് സങ്കടമല്ലൊരു കാഴ്ച. എനിക്കപ്പോൾ ഭയങ്കര സങ്കടം വന്നു ഗായ്സ്. ഒരു പാവം മൈന ചൂട് കാണുന്ന ചത്ത് കിടക്കുമായിരുന്നു. അവിടുന്ന് കുറച്ച് മുന്നിലോട്ട് നടന്നപ്പോൾ ഒരു തടാകമാണ് ഞങ്ങൾ കണ്ടത്. അവിടെ കുറേ ബേർഡ്സ് അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു. ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പൂക്കളുണ്ടായിരുന്നു. വീണ്ടും കൊണ്ട് ഞങ്ങൾ ആകപ്പാട് ടയർഡായി. പിന്നെ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. ഇനിയും കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നേരെ ബീച്ചിലോട്ട് പോയി. കുറേ
സമയം അങ്ങനെ നീന്തുകയൊക്കെ ചെയ്തു. പിന്നെ നേരെ വീട്ടിലേക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. ബഹ്റൈൻ്റെ വിശേഷമായിട്ട് വീണ്ടും വരാം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.